ഈ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണവും അതിന്റെ കണക്കൊക്കെ നമ്മൾ തന്നില്ല റിലീസ് പിന്നെ ഹയർ സെക്കൻഡറി മേഖലാതല അദാലത്ത് ഈ മാസം 28 തീയതികളിലായി തിരുവനന്തപുരത്തും കോഴിക്കോട്ട് നടത്തുകയാണ്. കാരണം അതിലൊരുപാട് ഈ അപ്പോയിന്റ്മെന്റിന്റെയൊക്കെ പ്രശ്നം ഉള്ളതാണ്. ജൂൺ 25 തിരുവനന്തപുരം തെക്കാട് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചും ദക്ഷിണമേഖല ഫയൽ അദാലത്ത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജൂൺ 28 കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഉത്തരമേഖല ഫയൽ അദാലത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി, സെക്രട്ടറി, ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുക്കും. മുഖ്യമായി ഈ അപ്പോയിന്റ്മെന്റിനുള്ള അംഗീകാരമൊക്കെയാണ് മുഖ്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിനുള്ളിൽ പോകുന്നത്. നിയമന അംഗീകാരം അടക്കമുള്ള കുടിശ്ശിക ഫയലുകളുടെ പരിശോധനയും തീർപ്പാക്കലുമാണ്. 2024 ഡിസംബർ മാസം 31 വരെയുള്ള ഫയലുകളാണ് പരിഗണിക്കുക. അപേക്ഷ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. ഈ രാജ്ഭവനിലെ പരിപാടി യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധ്യതയോ ഒരു സൂചന മിനിസ്റ്റർക്ക് തോന്നിയില്ല. അതേ കാരണം മിനിസ്റ്റർ സ്പീച്ച് ഉൾപ്പെടെ നേരത്തെ തന്നെ ഏറെക്കുറെ കരുതിക്കുട്ടിയായിരുന്നു എന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനമൊക്കെ വന്നു. അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് ആണോ ഫീൽ ചെയ്തത്? എങ്ങനെയായിരുന്നു? അല്ല, ഇതില് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗവർണർ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രക്ഷാധികാരിയാണ്, അതിന്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിനൊരു ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഒരു കാര്യദർശിയുണ്ട്, സെക്രട്ടറിയുണ്ട്. സാധാരണ ഒരു ഗവർണർമാരുടെ ഭാഗത്തുണ്ടാവുന്നതല്ല. കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് രാജഭവനിൽ നിന്ന് വിളിച്ച് ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സെക്രട്ടറിയോട് ചോദിച്ചു, ഈ രാജ്യ പുരസ്കാർ അവാർഡില്ലാതെ കൊടുക്കണ്ടേ, അതിനുള്ള ചടങ്ങ് സംഘടിപ്പിക്കണ്ടേ? ഗവർണറാണ് സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത്. അപ്പൊ എന്നോട് വന്ന് അവർ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറയും ഗവർണറിലെ ചോദിച്ചത്, അദ്ദേഹത്തിന്റെ സമയം നിശ്ചയിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്കന്ന് രാവിലെ സംഭവം നടക്കുന്ന ദിവസം രാവിലെ ഈ വായനാ ദിനമായിരുന്നു. ഞാൻ അധ്യക്ഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടകനുമായിരുന്നു. CM താമസിച്ചാണ് എത്തിയത്. അപ്പൊ ഞാൻ രാജ്ഭവനിൽ വിളിച്ചു പറഞ്ഞു ഞാൻ കുറച്ച് താമസിച്ചെത്തുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ അവര് 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാന്ന് പറയാം. അവർ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യും. ഞാൻ ചെന്നപ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു വനിത RSSന്റെ പൊടിയും പിടിച്ച് ഇരിക്കുന്ന ഒരു ചിത്രത്തിന്റെ മുന്നിൽ ആ വിളക്ക് കത്തിച്ച് പുഷ്പമിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. ഞാൻ അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ പൂജയും ഇതൊക്കെ കഴിഞ്ഞ ശേഷം തിരിച്ചു വന്നു. എനിക്ക് ഒരു ഷെയ്ഖാനൊക്കെ വന്ന് അവിടെ സൗഹാർദ്ദം മാറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. സ്വാഗതം പറഞ്ഞിട്ട് അധ്യക്ഷ പ്രസംഗത്തിലുണ്ട് എന്നെ വിളിച്ചു. ഞാനും ഗവർണറും പല ആൾക്കാരും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷന് പോകുമ്പോൾ കുറിപ്പോട് കൂടി തന്നെയാണ് പോകുന്നത്. എഴുത്താറാക്കി പ്രസംഗം കൊണ്ട് തന്നെയാണ് പോകുന്നത്. തോടൊപ്പം പ്രസ് മീറ്റിന് വന്നത് ഇതിനൊക്കെ കുറെയൊക്കെ നമുക്ക് ഇത് നോക്കാതെ തന്നെ പറയാൻ വേണ്ടി പറ്റും. എന്തായാലും അത് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കൊണ്ട് തന്നെയാണ് ഒപ്പം പോയത്. അതിലും 3 മിനിറ്റ് എടുത്തോണ്ട് 3 മിനിറ്റ് എടുത്തിട്ട് അത് വായിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പത്രങ്ങൾ വന്നില്ല. അത് പിന്നെ ആവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു എന്നിട്ട് ഞാൻ വാക്കൗട്ട് നടത്തി ഇറങ്ങിപ്പോയി. ഈ നേരത്തെ മന്ത്രി P. പ്രസാദിന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സമാനമായ സാഹചര്യം ഇപ്പൊ രാജ്ഭവന്റെ ഒരു കൃഷിമന്ത്രി അവിടെ രാജ്ഭവനിൽ പോയില്ല. അല്ല, അങ്ങനെയല്ല. എന്നാലും ഒരു രാജ്ഭവനിലെ ചടങ്ങുകളിൽ തുടരും എന്നൊരു നിലപാട് രാജ്ഭവൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ സാധ്യത അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു? സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം പിന്നെ ഗവൺമെന്റ് അറിയിച്ചല്ലോ ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വീടും ആഫീസും അല്ലെങ്കിൽ മന്ത്രിമാരുടെ വീടും ആഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നും അല്ലല്ലോ. ഗവൺമെന്റ് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു
കാവി കൊടി കൊടുത്ത് കൊണ്ടുവച്ച് അത് ഗവൺമെന്റ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാനുള്ള എന്താ അധികാരം ഗവർണർക്ക്? ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത കാലത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഗൗരവമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവർണർമാരെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം. അതല്ലാതെ സംസ്ഥാന ഗവൺമെന്റിനെ ഭരിക്കാൻ ഉള്ളവരല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണെന്നൊക്കെ കോടതികളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മിനിസ്റ്റർ സൂചിപ്പിച്ചൊരു കാര്യം, ഇത് കുട്ടികളാണ്, പുതുതലമുറ സ്കൗട്ട്സ്. അപ്പൊ ഇതൊരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടി ഇത്തരം ചിന്തകൾ വരുമോ എന്നൊരു സംശയം അങ്ങനെയില്ലായിരുന്നു അന്ന്? സംശയം അവിടെ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പടം വെട്ടിമാറ്റി പാഠപുസ്തകത്തിൽ. അങ്ങനെ വെട്ടിമാറ്റിയപ്പോഴും അന്നും കേരളം ഉണ്ടായിരുന്നുള്ളൂ മഹാത്മാഗാന്ധിയെ പിന്തുണയ്ക്കാൻ വേണ്ടി. നമ്മള് പുതിയ പാഠപുസ്തകം അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടിറക്കി. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഇതൊരു വനിതയുടെ ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSന്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അതാണ് അവിടെ പ്രശ്നം. അത് എന്നിട്ടത് അഹങ്കാരത്തോട് വിലഞ്ഞിയാതെ ചെയ്യുമെന്നുള്ളതാണ്. അഹങ്കാരത്തോട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കില്ല. അതായത് അദ്ദേഹം ഞാൻ പോയ ശേഷം അദ്ദേഹം പ്രസംഗിച്ചത് ഭാരതാംബയെ നിങ്ങൾ പൂജിക്കണം, ബഹുമാനിക്കണം, തൊഴണം എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിച്ചതാണ് പത്രത്തിലൂടെ വായിച്ചത്. അപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് NCERT പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ചരിത്രം പഠിക്കാൻ പാടില്ല കുട്ടികൾ. മഹാത്മാഗാന്ധിയെ കുട്ടികളെ പഠിക്കാൻ പാടില്ല, ഗുജറാത്ത് കലാപം പഠിക്കാൻ പാടില്ല, മുഗൾ രാജവംശക്കാരുടെ കാര്യങ്ങൾ പഠിക്കാൻ പാടില്ല. അതേപോലെ പിന്നെ ഈ ചരിത്രമൊന്നും കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു വനിതയെ കൊണ്ടുവച്ചിട്ട് ഇത് ഭാരതാംബ എന്നെല്ലാം പറഞ്ഞ് ഗവർണറാണല്ലോ പറയുന്നത്. അന്നിരിക്കുന്ന കുട്ടികളുടെ രാജ്യ പുരസ്കാരം അവാർഡ് വെച്ചാൽ തന്നെ മിടുക്കന്മാരായ കുട്ടികളാണ്. അപ്പൊ കുട്ടികൾ ഇതിന്റെ ധരിക്കും ഇത് ഭാരതാംബ വെച്ചാൽ ഭാരതത്തിന്റെ അമ്മ എന്നല്ലേ കുട്ടികൾ ധരിക്കുള്ളൂ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എത്രയും പെട്ടെന്ന് ഈ ഗവർണറെ ഇതുപോലെ ഗവർണർമാരായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല. BJP കേന്ദ്ര ഭരണം പോകുന്നവരെ ഇപ്പൊ ഗവർണറുടെ അധികാരങ്ങളും ഗവർണർ ആരാണെന്നും പിന്നെ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എത്രമാത്രം ധിക്കാരവും എത്രമാത്രം വെല്ലുവിളിയും എത്രമാത്രം പിന്നെ ഭരണഘടനാവിരുദ്ധമായ പ്രവർത്തനം നടത്താമോ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് സദാശിവം മുൻ ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയിൽ ഊന്നി വേണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ് പറയുന്നത് ഗവർണർമാർ പ്രവർത്തിക്കാനെന്നത്. അപ്പോൾ ഈ വിഷയത്തിന്മേലുള്ള കൂടുതൽ ഡിസ്കഷനും വ്യത്യസ്ത അഭിപ്രായങ്ങളും കേന്ദ്ര സർക്കാർ നിയോഗിച്ച ആളുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ളിൽ തന്നെ വരും തോന്നുന്നുണ്ടോ? ജസ്റ്റിസ് സദാശിവത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അല്ല, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആധികാരികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാരാണ്. അദ്ദേഹം ഇരുന്ന സ്ഥാനത്തൊക്കെ തന്നെ അതിന്റെ മാന്യത പുലർത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. രാജ്ഭവനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകും? അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അല്ല, സമീപനം ഉണ്ടാവാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നാളെ പിന്നെ മുഖ്യമന്ത്രിയുടെ എന്റെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ കാർൽ മാർക്സിന്റെ എംഗൽസിന്റെയും ലെനിന്റെയും നമ്മുടെ പിന്നെ CPM നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വെച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് പിന്നെ പൂവിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അതേപോലെ സത്യാഗ്രഹം ഇവിടെ നടക്കുന്നത്. ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കിയപ്പോ വിളിച്ചു പറഞ്ഞതാണ്, എനിക്ക് കൃത്യമായില്ല, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ കാവിക്കൊടി മാറ്റി ആ മഹദീര ദേശീയ പതാക ആ മഹദി ആര് തീരുമാനിച്ച ആളാണെന്ന് അറിയില്ല. ഇതാ ഒരു വനിത എന്നിട്ട് അതിൽ നിന്നിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തുല്യത ഉണ്ട്. അത്
ഇന്ത്യൻ ഭരണഘടന തീരുമാനിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ടോ? ഇത് പിന്നെ ഏതെങ്കിലും RSR ഗവർണർ പറയുന്നത് നമുക്ക് നമ്മുടെ തീരുമാനമല്ലല്ലോ. അല്ല, അതൊരു ഭാരതീയ സങ്കല്പം നടത്തത്തിൽ ഭൂമിയെ അമ്മയായി കാണുക, ഭാരത് മാതാക്കി ജയ് എന്ന് പറയാം, അങ്ങനെ ഒരു സങ്കല്പം കുറെ കാലമാണ്. അത് പിന്നെ എങ്കിലാസന്താവാൻ ഞങ്ങൾ വിളിക്കുന്നു, അതുപോലെ അവർ വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തെ അറിഞ്ഞിടത്തോടാണ് ഞാൻ ഏറ്റവും വലിയ പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്ന ഇതിന്റെ ആളാണ്. മേയർഷിപ്പിലാണല്ലോ പ്രോട്ടോകോൾ നന്നായി വരുന്നത്. അത് പ്രോട്ടോകോൾ മാനുവൽ തന്നെ ഉണ്ട്. ആ പ്രോട്ടോകോൾ മാനുവലിൽ കൃത്യമായി തന്നെ പ്രോട്ടോകോൾ പറയുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ എന്താണ് റോള്, അത് മേയർക്ക് എന്താണ് റോള്, MLAക്ക് എന്താണ് റോള്, മുഖ്യമന്ത്രിക്ക് എന്താണ് റോള്, ഇന്ത്യൻ പ്രസിഡന്റും തിരിച്ചു പോകുമ്പോൾ റോൾ എന്താണ്, വിദേശ രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ എന്താണ് റോള്. ഞാൻ 5 വർഷക്കാലം ഞാൻ നന്നായി തന്നെ അത് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ രാജേഷ് വെറും പഞ്ചായത്തും കോർപ്പറേഷൻ കൗൺസിലറിലായിട്ടുള്ളൂ. കോർപ്പറേഷൻ കൗൺസിലർക്ക് MP രമേശ് ഇതൊരു തെരഞ്ഞെടുപ്പ് മത്സരം ജയിച്ച് പ്രോട്ടോകോളിനെ പറ്റി വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ പ്രോട്ടോകോൾ മനസ്സിലാവുന്നത് MP രമേശ്? രാജ്ഭവനിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഗവർണറാണെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തൊക്കെ ചെയ്യണം, രാജ്ഭവനിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അവകാശം ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഉണ്ട്. പക്ഷെ RSSന്റെ പതാക ഉയർത്താനുള്ള അധികാരം ഗവർണർക്കില്ല. മിസ്റ്റർ, നമ്മുടെ ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി, അതായത് ഇപ്പം അങ്ങനെ വിശദീകരിച്ചതനുസരിച്ച് സീറ്റുകൾ ഒരുപാട് ഒഴിവുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. അതിൽ പ്രതിഷേധക്കാർ പറയുന്ന ഒരു കാര്യം ഇപ്പോഴും അല്ല, KSUവിന്റെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധമാണ്. അതായത് അതിലുപരി 60-65 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടി വരുന്നു. അവര് ഇപ്രാവശ്യം വളരെ ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്താണ് നടത്തിയിരുന്നത്. എന്തെങ്കിലും ചെറുപ്പത്തിലോ ചില കുറവുണ്ടാകും. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായിരുന്നു. മലപ്പുറത്ത് ഒട്ടും കുറയില്ല. കഴിഞ്ഞാൽ വളരെ A+ 1500 എത്രയും കുറഞ്ഞ് വന്നു. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് പോലും ഈ കാര്യം പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോ എന്റെ ശ്രദ്ധയിൽ സംസ്ഥാനത്ത് ഒരു സ്ഥലത്തും വന്നിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്കിന്റെ പ്രകാരം മിച്ചം സീറ്റുകളുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും മിച്ചം. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അതാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയപ്പെടുന്നത്. മാത്തമെറ്റിക്സ് ആണ് എനിക്ക് ആഗ്രഹം. അത് കിട്ടില്ല, ഞാൻ ചെയ്തില്ല. അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്ക് ഈ അടുത്ത വർഷം ഞാൻ ഒരു കാര്യം ഇപ്പോഴേ ആലോചിക്കുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷത്തെയും അഡ്മിഷന്റെ ഒരു പഠനം നടത്തിയ ശേഷം എത്ര സീറ്റ് മിച്ചം വന്നിട്ടുണ്ട്, ഏതെങ്കിലും സബ്ജക്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ആ വർഷങ്ങളിൽ വിമാനം കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് പ്രതീക്ഷ ചെയ്യാൻ. സാർ, ഈ താമരശ്ശേരിയിലെ കുട്ടിയുണ്ട്, മരിച്ച കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അതിലെ കുറ്റാരോപിതരായ കുട്ടികൾ പല സ്കൂളുകളിൽ ചേർന്നുണ്ട്. ഇന്നലെ തന്നെ താമരശ്ശേരിക്ക് വലിയ പ്രതിഷേധം. അതിലെന്താണ് ഒരു പോംവഴി? അവർക്ക് ആ കുട്ടികളിലൊപ്പം പഠിപ്പിക്കാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. ഞാൻ പ്രശ്നത്തിൽ ഇതൊരു വികാരപരമായ ഒരു പ്രശ്നം. ഇതെല്ലാവരും കൂടെ രണ്ട് കൂട്ടരും സഹകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നു. നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എന്തിന്റെ പേരിലാണ് ആ കുട്ടികളെ ജുവനൈൽ ഹോമിൽ പാർപ്പിച്ചു, കേസെടുത്തു. പരീക്ഷ എഴുതിപ്പിച്ചു. പരീക്ഷ എഴുതിയ ശേഷം റിസൾട്ട് എത്തിക്കേണ്ടി വെച്ചു. കോടതി പറഞ്ഞ റിലീസാക്കാൻ പറഞ്ഞു. നമ്മൾ റിലീസാക്കി. ആ ഒരു കുട്ടിക്ക് A+ ഉണ്ട് എല്ലാത്തിനും. അപ്പൊ അങ്ങനെയാണ് ആ കുട്ടിക്ക് ഇപ്പോ ഓൺലൈൻ അവിടെ അഡ്മിഷൻ കിട്ടിയത്. ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞ് ഒന്ന് സഹകരിക്കണം, വേറെ പല സ്കൂളുകളിലേക്ക് മാറ്റി നിങ്ങൾ പഠിക്കണം. പക്ഷെ അവര് തയ്യാറില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക്
മറ്റ് സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുക. ഒരു സമവായത്തിലൂടെ പ്രശ്നം പരിഹാരം കാണുന്നതിനുള്ള പരിശ്രമത്തിലാണ്. ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഏതെങ്കിലും അതിലേതോ ഒരു കുട്ടിയുടെ രക്ഷാർത്താവ് റിയാസും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞ് കേട്ടു. ഏതെങ്കിലും ഒരു കൂട്ടരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മറുകൂട്ടിട്ട് വേറെ പ്രശ്നത്തിൽ പോകാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത്. പ്രശ്നം തീർച്ചയായും കൊല്ലപ്പെട്ട ഷഹബാസിന്റെ വീട്ടിലേക്ക് പോയില്ല എന്നാണ് അവരുടെ ആരോപണം. അതെന്തുകൊണ്ട് മന്ത്രി പോകുന്നില്ല എന്നുള്ളത് ഞാൻ ആയിരുന്നു. റിയാസ് എന്നത് എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് സത്യത്തിലായിരുന്നു. നോക്കാൻ നമുക്ക് അവിടെ പോകാം. പോകുന്നതിനെ പ്രശ്നമില്ല, സന്ദർശിക്കുന്ന പ്രശ്നമില്ല.